the number of real roots of the equation x into mod x minus 2 plus 3 into mod x minus 3 plus 1 is equal to 0. Number of real roots ആണ് കണ്ടുപിടിക്കേണ്ടത്. x into mod x minus 2 plus 3 into mod x minus 3 plus 1 is equal to 0. ഇവിടെ നോക്കിയേ x minus 2 x minus 3. അപ്പോൾ നമുക്കിവിടെ 3 കേസുകളാണ് നോക്കാനുള്ളത്. ഈ 3 കേസസ് വെച്ചിട്ടാണ് നമുക്ക് എത്ര റിയൽ റൂട്ട്സ് വരുമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നത്. ഫസ്റ്റ് കേസ് നോക്കിയേ എക്സ് മൈനസ് 2 നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് കേസ് പറയാം. എക്സ് നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആയിട്ട് എടുക്കാം. ഫസ്റ്റ് കേസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. 2വിനേക്കാൾ ചെറുത് അല്ലെങ്കിൽ 2വിനോട് ഈക്വൽ ആകാം. എന്ന് വെച്ചാൽ നമുക്ക് മോഡ് എക്സ് മൈനസ് 2വിനെ 2 മൈനസ് എക്സ് എന്ന് എഴുതാം. പ്ലസ് 3 ഇൻറ്റു മോഡ് എക്സ് മൈനസ് 3യെ എങ്ങനെ എഴുതാം? ഇൻറ്റു 3 മൈനസ് എക്സ് എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ മോഡ് എക്സ് മൈനസ് 2വിനെ 2 മൈനസ് എക്സ് എന്നും മോഡ് എക്സ് മൈനസ് 3യെ 3 മൈനസ് എക്സ് എന്നും എഴുതാം. പ്ലസ് 1 ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 9 മൈനസ് 3x പ്ലസ് 1 ഈക്വൽ ടു 0. നമുക്ക് എല്ലാത്തിനെയും ഈക്വേഷനിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 10 ഈസ് ഈക്വൽ ടു 0. ഓക്കെ ആണല്ലോ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ആ ഇക്വേഷൻ ഇട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് 4ac എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 1 ഇൻറ്റു മൈനസ് 10. മൈനസും മൈനസും പ്ലസ് വരും. ഇവിടെ 40 ഡിവൈഡഡ് ബൈ 2. ഓക്കെ ആണല്ലോ. അപ്പോൾ എക്സിന് നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 1 പ്ലസ് റൂട്ട് 41 ബൈ 2 എന്നൊരു വാല്യൂ പറയാം. എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 1 മൈനസ് റൂട്ട് 41 ഡിവൈഡഡ് ബൈ 2. ഈ രണ്ട് വാല്യൂസുമാണ് ഇവിടെ വരാൻ സാധ്യതയുള്ളത്. ഇതിൽ ഏതൊക്കെ വാല്യൂസ് വരാം? നമ്മുടെ എക്സിൻ്റെ കണ്ടീഷൻ നോക്കിയേ. എക്സ് എന്തായിരിക്കണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കണം. ഓക്കെ. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ ഈക്വൽ ടു മൈനസ് 1 പ്ലസ് റൂട്ട് 41. റൂട്ട് 41 എന്ന് പറയുന്നത് എത്ര വരും? ഏകദേശം ഒരു 6 പോയിൻറ്റ് സംതിങ് ആണ് റൂട്ട് 41 വരുന്നത്. അപ്പോൾ നമുക്ക് 6 ആയിട്ട് തന്നെ എടുക്കാൻ പ്രശ്നമില്ല. 6 മൈനസ് 1 5 ഡിവൈഡഡ് ബൈ 2 2.5 ആണ്. നമ്മുടെ കണ്ടീഷൻ എക്സ് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. പക്ഷേ ഇവിടെ എക്സ് എന്താണ്? ഗ്രേറ്റർ ദാൻ 2 ആണ്. അപ്പോൾ നമുക്ക് എക്സിന് ഈ വാല്യൂ ഇവിടെ റിയൽ റൂട്ടായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. എക്സിന് ഈ വാല്യൂ ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. മൈനസ് 1 മൈനസ് റൂട്ട് 41 എന്ന് പറയുമ്പോൾ എന്താണ്? റൂട്ട് 41 ഏത് വാല്യൂ ആണെങ്കിലും ആയിക്കോട്ടെ നെഗറ്റീവ് ആയിരിക്കും. നമുക്കറിയാമല്ലോ. മൈനസ് 1 മൈനസ് റൂട്ട് 41 ബൈ 2 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ്. എന്ന് വെച്ചാൽ എക്സ് എന്താണ്? 2വിനേക്കാൾ ചെറുതാണ്. അപ്പോൾ നമുക്ക് ഒരു റൂട്ട് ഇവിടെ കിട്ടി. ഒരു റൂട്ട് കിട്ടി. ഓക്കെ ആണല്ലോ. അടുത്ത കണ്ടീഷൻ നോക്കിയേ. എക്സ് മൈനസ് 2 എക്സ് മൈനസ് 3 അല്ലേ. അപ്പം നമുക്കിനി എക്സ് ഗ്രേറ്റർ ദാൻ 2 ലെസ് ദാൻ 3 എന്ന് വെച്ചാൽ എക്സ് എന്താണ്? 2വിൻ്റെയും 3ൻ്റെയും ഇടയിലാക്കി നമുക്ക് എടുക്കാം. അടുത്ത കണ്ടീഷൻ നോക്കിയേ. എക്സ് ഗ്രേറ്റർ ദാൻ 2 ലെസ് ദാൻ 3. ഓക്കെ ആണല്ലോ. അപ്പം നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? അപ്പം നമ്മുടെ ഇക്വേഷൻ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 പ്ലസ് 3 ഇൻറ്റു മോഡ് എക്സ് മൈനസ് 3 എന്താകും? 3 മൈനസ് എക്സ് ആകും. ഓക്കെ ആണല്ലോ. പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നത് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 10 ഈസ് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ എന്ത് വരും? എക്സ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 25 മൈനസ് 40 ഡിവൈഡഡ് ബൈ 2. ഇവിടെ നോക്കിയേ, റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വന്നു.
എന്ന് വെച്ചാൽ ഇവിടെ ഡിസ്ക്രിമിനൻ്റ് എന്താണ്? ഡിസ്ക്രിമിനൻ്റ് ലെസ് ദാൻ 0 ആണ്. ഡിസ്ക്രിമിനൻ്റ് ലെസ് ദാൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ എന്താണ്? നമുക്കൊരു റിയൽ റൂട്ട് പോസിബിൾ അല്ല, റിയൽ റൂട്ട് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ അടുത്ത കണ്ടീഷനിൽ എന്താണ്? എക്സിൻ്റെ വാല്യൂ 3ൻ്റെയും 2ൻ്റെ ഇടയിലാക്കി എടുക്കുമ്പോൾ നമുക്ക് എന്താണ്? അവിടെ എന്താണ്? റിയൽ റൂട്ടുകൾ കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ റൂട്ടൊന്നും ഇല്ല. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? എക്സ് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആകുമ്പോൾ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3 പ്ലസ് 1 ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 3x മൈനസ് 9 പ്ലസ് 1 ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 8 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എക്സ് ഈസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് ഈ മൈനസും കൂടെ വരുമ്പോൾ പ്ലസ് ആകും. 4 ഇൻറ്റു 8 32 ഡിവൈഡഡ് ബൈ 2. ഓക്കെ ആണല്ലോ. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണ്? എക്സിൻ്റെ വാല്യൂസ് എക്സ് ഈക്വൽ ടു -1 പ്ലസ് റൂട്ട് 32 പ്ലസ് 1 33. അപ്പോൾ റൂട്ട് 33 എന്ന് പറയുന്നത് ഏകദേശം ഒരു 5 പോയിൻറ്റ് സംതിങ് വരും. ഏകദേശം ഒരു 5 പോയിൻറ്റ് സംതിങ് വാല്യൂ വരും. ഡിവൈഡഡ് ബൈ 2. എക്സ് ഈസ് ഈക്വൽ ടു -1 മൈനസ് 5 പോയിൻറ്റ് സംതിങ് ബൈ 2. ഓക്കെ, അപ്പോൾ എക്സിന് എന്താണ്? ഈ വാല്യൂ എന്തായാലും വരത്തില്ല. -1 -5 എന്ന് പറയുമ്പോൾ എന്താണ്? -1 -5 പോയിൻറ്റ് സംതിങ് എന്ന് പറയുമ്പോൾ എന്താണ്? നെഗറ്റീവ് നമ്പറേ വരത്തുള്ളൂ. അപ്പോൾ നെഗറ്റീവ് നമ്പർ വരത്തില്ല, കാരണം ഇവിടെ എക്സ് എന്താണ്? നമുക്ക് വേണ്ട എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. അപ്പോൾ ഇത് എന്തായാലും പോസിബിൾ അല്ല. ഓക്കെ, അടുത്ത് ഇത് വരുവാൻ നോക്കാം. 5 പോയിൻറ്റ് സംതിങ് -1 എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും? 4 പോയിൻറ്റ് സംതിങ് വരും. 4 പോയിൻറ്റ് സംതിങ് ഡിവൈഡ് ബൈ 2 ചെയ്താൽ എന്താണ്? 4 പോയിൻറ്റ് സംതിങ് ഡിവൈഡ് ബൈ 2 ചെയ്താൽ 2 പോയിൻറ്റ് സംതിങ്ങേ വരത്തുള്ളൂ. അപ്പോൾ ഇതും നമുക്ക് എന്താണ്? ഇവിടെ റൂട്ട് വരത്തില്ല. ഇതും നമ്മുടെ റൂട്ട് വരത്തില്ല, കാരണം എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾക്ക് ഈ ഇക്വേഷനിൽ എത്ര റിയൽ റൂട്ട്സ് ഉണ്ട്? നമുക്ക് ഒരൊറ്റ റൂട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എന്താണ്? എക്സ് ഈക്വൽ ടു -1 മൈനസ് 41 ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു -1 മൈനസ് റൂട്ട് 41 ബൈ 2 ആണ് നമ്മുടെ റൂട്ട്. ഒരൊറ്റ റൂട്ട് മാത്രമേ നമുക്ക് ഈ ഇക്വേഷനിൽ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് 1. ഓക്കെ അല്ലേ?